വീഡിയോ. സോ നമ്മളിപ്പോൾ പറക്കാട് റിസോർട്ടിലായിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്നലെ അങ്ങനെ പറക്കാട്ടിലേക്കാണ് വന്നത്. ഇവിടെ അടിപൊളി ക്ലൈമറ്റ് പറഞ്ഞാൽ കോടയുണ്ട്, അല്ലാത്തതുണ്ട്, മഴയുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് നമുക്ക് ഇവിടെ വന്നുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് നേരെ പോയി ആംബ്രോനെ വിളിക്കാം. ഹലോ സട്ടായി, ഇതാര് ആംബ്രോ? നീ ഇപ്പുറത്തുണ്ടായിരുന്നോ? എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്. നീ എന്താ ഹുഡിയൊക്കെ ഇട്ടിരിക്കുക? പോണ്ട, നമുക്ക് ജിമ്മ് പോണ്ടേ? ഇവിടെ വന്നാല് ആംബ്രോ ജിമ്മ് പോവും. പ്രോട്ടീനൊക്കെ ഇവിടെ പ്രോട്ടീൻ കുടിക്കും. ആ ശരി. അപ്പൊ നമുക്ക് ജിമ്മ് പോവാ. സോ ഗൈസ്, നമ്മളെ റൂം നമ്പർ 99 ആട്ടോ. നമ്മളെ റൂമിൻ്റെ മുമ്പ് തന്നെയാണ് കേട്ടോ നമ്മളെ പൂളൊക്കെ വരുന്നത്. അതുകൊണ്ട് സിമ്പിളാട്ടോ പൂൾ ആരുണ്ടോന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ എല്ലാ സ്ഥലത്തിലും ആംബ്രോ ഇവിടെ എല്ലാ സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എല്ലാ മുക്കുമൂലയിലും ഒന്നും ഒരു വെറുതെ വെച്ചിട്ടില്ല. സോ ഗൈസ്, ഇതാണ് കേട്ടോ ജിമ്മ്. ഒരു ചെറിയൊരു ജിമ്മില്ലേ? ആംബ്രോക്ക് വർക്കൗട്ട് ചെയ്യാനില്ലേ? കൊള്ളാം എന്നാലും അല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക ഗൈസ്, നമുക്ക് വ്യൂ കാണാം. കോടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരൂ അല്ലേ? ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് നോക്ക് ഫുൾ വലിയ സ്പീക്കർ സെറ്റപ്പ് ആട്ടോ. കണ്ടോ? നമുക്കിങ്ങനെ ഈ കാഴ്ച കണ്ടോണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഞാൻ വർക്കൗട്ട് ചെയ്യാം. ആംബ്രോനെക്കാട്ടിലും വർക്കൗട്ട് എനിക്കാണ് വേണ്ടത്. എത്ര ഉണ്ടാവും? എത്ര കേജി ഉണ്ടാവും? 1 കിലോ. 1 കിലോ അല്ലേ? നമ്മള് ജിമ്മിലൊക്കെ പോയതാട്ടെ. ആംബ്രോ അറിയാലോ, ജിമ്മിലൊക്കെ പോയതാണ്. നിസ്സാരം. ആംബ്രോനെ പോലെ ആവണം. മൂന്നാറിൽ വന്നിട്ടും വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ജിം ഉണ്ടാണ്ടാട്ടോ. നല്ല കാഴ്ച കണ്ടിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. തേയിലത്തോണ്ട് വർക്കൗട്ട് ചെയ്യുന്നു. ഇനിയുണ്ടല്ലേ കാണാൻ? ഞാൻ രാവിലത്തെ വീഴ്ച മാറ്റി. പാവ ആംബ്രോ ഉറക്കത്തിൽ നീച്ച് വന്നു. പക്ഷെ നീയാണ് ഇന്ന് വിളിച്ചത് ടൈമായി. അപ്പൊ നീ റെഡി ആയി ഉണ്ടാവും. നമ്മള് നേരെ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടോ. എന്താ എടുത്തത്? നോർമൽ ഗീ റോസ്റ്റും. ഗീ റോസ്റ്റ് അല്ല, ഗീ റോസ്. എന്താ ഇത്? ഗീ റോസ് എന്ന് പറയാ? ഓക്കെ, അതും അതും ഒക്കെ കേട്ടോ. ഞാൻ നോക്കി നല്ല കപ്പയും ഫിഷ് കറി. ഇവിടുത്തെ ഈ ഫിഷ് കറി ഗൈസ് അടിപൊളി കേട്ടോ. ഒരു ഹസ്കി ഡാൻസ് കളിക്ക്. ഹസ്കി ഡാൻസ്. ഒരു ഡാൻസ്. ഞാൻ പാടാം. ഞാൻ ഉണ്ടല്ലോ ഇവിടെ പാട്ട് പാടാം. റെഡി? 1 2 3. ഇപ്പത്തെ ക്ലൈമറ്റ് വെയിലല്ലേ ആംബ്രോ? പക്ഷെ കോട അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് സോ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ടൗൺ ഭാഗം അല്ലെ വേറൊരു ഭാഗത്തുണ്ട് ഉമ്മയുണ്ട് കേട്ടോ കൂടെ. അവിടെ എന്തോ ചെടികൾ, പ്ലാന്റ്സ് മേടിക്കാൻ കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ ഇതിൻ്റെ മുമ്പ് എന്നോ വന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സ് മേടിച്ചിട്ട് അടിപൊളിയായിരുന്നു. ചിലതൊന്നും വളർന്നില്ല, പക്ഷെ ചിലത് നല്ല രസത്തിൽ വളർന്നിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാൻ പോവുക. അല്ല അതേപോലത്തെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് കിട്ടുന്ന ഏരിയ കേട്ടോ. അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിമ്മ നമ്മൾ വിചാരിച്ച ഗാർഡനിൽ തന്നെ കേട്ടോ എത്തിയത്. അന്ന് നമ്മൾ വന്നേ സെയിം സ്ഥലത്തിന് എത്തിയിട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ചെടികളായിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെയാണോ വന്നാല്? വേറെ സ്ഥലത്തോ? ഇവിടെയാണ് അന്ന് നമ്മൾ വന്നത്. ആ സെയിം സ്ഥലത്ത് നമുക്ക് നീട്ടി. നമ്മൾ ഫുള്ള് ഇനി ചുറ്റി കറങ്ങാണ്. എന്നിട്ട് വേറെ സൈഡിലാണ് ഇതിനെ മേടിക്കാനുള്ളത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് മേടിക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? പച്ച. എനിക്കിങ്ങനെ ചെയ്തൊക്കെ അറിയാം. ഉമ്മ വീഡിയോ എടുക്കുക. ഇവിടെ നിന്നും പൂ പറിക്കരുത്. ആ സ്വഭാവം ഇവിടെ വേണ്ട കേട്ടോ. പൂ പറിച്ചാല് അവര് പൊക്കിക്കൊണ്ട് പോകും. പുള്ളിമാന നമ്മളന്ന് കണ്ടത് എന്ത് രസമാണ് കാണാല്ലേ. പക്ഷെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി വളരത്തില്ല. ഇവിടുന്ന് അധികം മേടിക്കണേ ലീവ്സ് മാത്രം ഉള്ളത് ഗൈസ്. ഇലയുടെ ചെടി മേടിച്ചാൽ ബെറ്റർ ആട്ടോ, നമ്മളവിടെ വളരും. അല്ലെങ്കിൽ ഇങ്ങനത്തെ അധികം കൊമ്പ് മാത്രം വളർന്നിട്ടേ പോവുള്ളൂ. നമ്മൾ വളർത്തി ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞ കേട്ടോ. മരുഭൂമിയിൽ ഉണ്ടാവുന്ന ചെടികൾ. എന്നിട്ട് അതെങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ആംബ്രോ? ഇതാണ് കാക്ടസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കള്ളിച്ചെടിയാ, മുള്ളിച്ചെടി എന്ന് പറയും. നോക്കി, ഇതൊക്കെ മൂട്ടില് കുത്തിയാല് എന്തൊക്കെ ടൈപ്പുകളാ നോക്കിയേ അല്ലേ? അത് നോക്ക്,
പുഴുവിനെ പോലെ ഇല്ലേ കാണാന്? പക്ക പുഴുവിനെ പോലെ കേട്ടോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ദ ഗോൾഡൻ ലേസ് കാക്ടസ്. പക്ഷേ ഇതിൽ ഗോൾഡൻ കളർ ഇല്ലല്ലോ, എവിടെ പോയി? അതിലൊക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുപോയത് നല്ലോണം വളർന്നിട്ടോ, പക്ഷെ പുഴു വന്ന് സീനാക്കിയതാ. ബെഗോണിയ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇവിടെ ഉണ്ട്. 100 റുപ്യ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ മേടിക്കുമ്പോൾ. ഇതൊക്കെ എന്നിട്ട് ഇതേപോലെ വലുതായി വളരും. പാമ്പ് പാമ്പ് അതാ സ്നേക്ക്. പ്ലാന്റിന്റെ ഇടയിൽ സ്നേക്ക് ഉണ്ടെന്ന്. സത്യം അതാ സ്നേക്ക് ഉണ്ടെന്ന് പ്ലാന്റിന്റെ ഇടയിൽ. ഈ മരം മുറിച്ചിട്ടാണ് യൂക്കാലി തൈൽ ഉണ്ടാക്കുന്നല്ലേ? അത് ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞത്. ഈ മരത്തിന്റെ ലീവ്സ് ഇല യൂസ് ചെയ്തിട്ടോ എപ്പോഴും അറിയുന്നേ. അപ്പൊ ഇതിന്റെ ഇലക്ക് ആ സ്മെല്ലാണുള്ളത് ആണോ? എനിക്ക് അറിയില്ല. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ മുറിക്കാട്ടോ മരങ്ങള്. ആംബ്രോ കിട്ടിയ ഇല സ്മെല്ലുണ്ടോ നോക്കട്ടെ. ഓ സ്മെല്ലുണ്ട്. നോക്കിയേ, ഇത് ജസ്റ്റ് കാല് കയറ്റി വെച്ചത്. എന്തൊരു മണമാണ്. ഞാൻ ഇപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് യൂക്കാലി അങ്ങനെ സാധനമൊക്കെ ഇങ്ങനത്തെ ഈ സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി. ഓ അടിപൊളി അടിപൊളി. കൊള്ളാട്ടോ, നല്ല മണം. ഓ യൂക്കാലി ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. അല്ല ഞാൻ കയറട്ടെ. ഓ യൂക്കാലി തന്നെ അമ്പോ എന്തൊരു സ്ട്രോങ്. നോർമലി യൂക്കാലിനെക്കാട്ടി സ്ട്രോങ് സ്മെൽ അട്ടീന് അല്ലേ? വാ ഗൈസ്, നമ്മൾ തയ്യും പറിച്ചും എന്ത് കണ്ടാലും തയ്യല്ല ഒരു കഷ്ണം എടുക്കരുത്. വീട്ടിൽ വളർത്താൻ പോകുന്നത് എന്തൊരു സ്മെല്ലാ ഇത്. നോക്ക് ഗൈസ്, നമ്മൾ അവിടുന്ന് മേടിച്ച ചെടി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടുന്ന് മേടിച്ച ഒരു 6-7 ചെടി മേടിച്ചിട്ട് അതിന്റെ കൂടെ ഇപ്പൊ ഇതാ ഇത് കാടിളക്കി കൊണ്ടുപോകണല്ലോ. കാടിളക്കി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയാ? ഇതെല്ലാം വെട്ടിക്കളഞ്ഞോണ്ടിരിക്കുക. കാര്യം ഇവിടുത്തെ ഡാമിലൊന്നും വെള്ളമില്ല. കാര്യം ഇതിന്റെ വേര് ശരിക്കും അങ്ങ് പോകും. വെള്ളമുള്ള സ്ഥലം വരെ പോയിട്ട് വലിച്ചെടുക്കും. ശരിക്കും മറ്റുള്ള മരങ്ങൾക്കും സീനാണ്. ഡാമിലൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് വെട്ടിക്കളഞ്ഞോണ്ട്. ഇപ്പൊ ആംബ്രോ പറഞ്ഞത് ശരിയാണെങ്കിൽ കമന്റ് ചെയ്യാട്ടോ, തെറ്റാണെങ്കിലും കമന്റ് ചെയ്യാ. പിന്നെ പൊട്ടത്തരങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ അതിന്റെ ഒരാളായോണ്ട് അതിനൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. നമ്മളിപ്പോ ഒക്കെ മാട്ടുപ്പെട്ടി ഡാമല്ലേ? അപ്പൊ മാട്ടുപ്പെട്ടി ഡാം നമുക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. സോ നമ്മളിപ്പോ മാട്ടുപ്പെട്ടി ഡാം ഇവിടെ നിർത്തണ്ട്. ഓ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നല്ല പച്ച കളറല്ലേ വെള്ളത്തിന് ആംബ്രോ? നല്ല പച്ച കളർ കേട്ടോ. ഓ ആ പച്ച വെള്ളം ഇത്. ഓ ഗൈസ്, എനിക്ക് കോൺ ഇഷ്ടപ്പെട്ടു. എന്താ കോണല്ല, ചോളം കേട്ടോ. ചോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് അല്ലാതെ വേവിച്ച കഴിച്ചു നോക്കുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ഒന്നുകൂടി മേടിക്കാൻ പോവാം. തണുപ്പുണ്ടല്ലമ്മ, വെയിലുണ്ട്, നല്ല തണുപ്പില്ലേ? ഇവിടെ ഇറങ്ങിയിട്ട് ഇമ്മ പറഞ്ഞതില്ലേ, പെട്ടെന്ന് ഇറങ്ങി സാധനം മേടിച്ച് പോവാന്നാ. വേറെ എന്നിട്ടൊക്കെ ഇപ്പൊ കളിച്ചിരിക്കുന്ന ഇതൊക്കെ മേടിച്ചോണ്ടിരിക്കട്ടോ. ഐ ലവ് ഇന്ത്യ. എന്തൊക്കെയായിരുന്നു, ലേറ്റ് ആവും അതാവും. ഇവിടെ ഉണ്ടായിരുന്നു തൊപ്പി. നല്ല ഇതിടണേ മുളക് പൊടിയൊക്കെ. നല്ല തണുപ്പുണ്ട്. അല്ല നമുക്ക് തണുപ്പോ ഇത്രയും കട്ടുള്ളത് ഇട്ടിട്ട് നിങ്ങൾക്ക് തണുക്കുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അത്ര തണുപ്പില്ല കേട്ടോ ആംബ്രോ. അല്ലെ ഞാൻ തണുത്ത് വിറയ്ക്കുന്ന ഒരാളാ. പഞ്ഞിമിഠായി വേണോ? വേണ്ട, എനിക്ക് വേണ്ട. നിനക്ക് വേണ്ട പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാ? ഞാൻ പറഞ്ഞ ഒരുപാട് ആക്കിച്ചിട്ടോ. ചോക്ലേറ്റ് ടീ നല്ല ടേസ്റ്റ് ഉണ്ട്. ആള് കൂടിയല്ലോ ഗൈസ്.
ആ ഡാമിന്റെ വേറൊരു ഭാഗാട്ടോ. വേണ്ടമ്മ വരുന്നുണ്ട് ഗൈസ്. ഞാൻ പേടിച്ചിട്ടോ. ഈ കൊരങ്ങല്ലേ ഗൈസ്, ഗൈസ് ഈ കൊരങ്ങല്ലേ ഇവിടെ വന്ന് നിന്ന് വിൻഡോ ഞാൻ ക്ലോസ് അല്ലായിരുന്നു. പേടിച്ചു പോയി. ഞാൻ ചോള കഴിക്കായിരുന്നു. അമ്മ വേണ്ടമ്മ ഇടട്ടെ. എടുത്തോണ്ട് പോയി. അല്ലാ നമ്മളെ ചോളായിട്ട് പോന്ന്. ഞാൻ പിന്നെ കയ്യിന്ന് കൊടുത്തില്ല. വേണ്ട ആ സീന നമ്മളെ ഫുഡ് ഉണ്ടാന്ന് വിചാരിക്കും. ഞാൻ പിന്നെ നോക്കി കൊണ്ടുപോകുന്നമ്മ ആ വായി വെച്ചതാ പോന്ന്. ഇതാ കഴിക്കുന്നു. ഒരെണ്ണെടുത്ത് കഴിച്ച് ഒക്കെ നമ്മളെ ചോളം കഴിക്കുന്നേ. ഞാൻ പിന്നെ താട്ട് ഇട്ട് എടുത്ത് ഇനി കൈമലെങ്ങാന് നഖം കൊള്ളണ്ട വിചാരിച്ചിട്ടാട്ടോ. നോക്കുമ്പോ കഴിക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോകും. പക്ഷെ എനിക്ക് പേടി. നോക്കി കൊള്ള സോറി. ഇല്ലില്ല ഇതിനില്ല. നമ്മള് ആകെ ഒരു ചോളം ഉള്ളായിരുന്നു. ഇനി ഇതാണല്ലോ ഗൈസ്. ഞാൻ നോക്ക് നേരത്തെ മാങ്ങ മേടിച്ചില്ലേ, അതിന്റെ ഈ ചോളം ഇട്ട് വെച്ചിട്ടോ. അതെനിക്കുള്ളതാട്ടോ. പോയാ ഗൈസ്. അതിന്റെ കൊച്ച് മേലോട്ടേക്ക് കേറി പോയിരുന്നു കേട്ടോ. അപ്പൊ ഇതിന് കൊടുക്കുന്നില്ല. സ്ഥലം മാറി. കൊച്ചിന് കൊടുക്കുവോ? അതിന്റെ കൊച്ചാണ് അറിയില്ല. എന്നാലും നോക്കിയാ അവിടെ ഇത് കൊരങ്ങന്മാരിപ്പോ കൂടെ. അവിടെ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വേറെ സ്പോട്ടിൽ നിർത്തിയട്ടോ. നോക്കി. അപ്പൊ ഇതൊക്കെ യൂക്കാലി മരം അല്ലേ? നോക്കിയേ നല്ല തണുപ്പുണ്ട്. ഞാൻ വിറക്കുന്നുണ്ട്. കാരണം ഞാൻ കട്ടില്ലാത്തതാ കഴിച്ചിട്ടത്. അതിട്ട് അത്രയും കട്ടിലിട്ടിട്ട് തന്നെ തണുപ്പുണ്ടമ്മ വെള്ളം? തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? അല്ലമ്മ ഈ വെള്ളമൊക്കെ ഈ വെള്ളമൊക്കെ വെറുതെ പച്ചകള് കണ്ടോ? ഫുള്ള് പായലുള്ള വെള്ളം കേട്ടോ. ക്ലിയർ വാട്ടർ അല്ലേ, പായലുള്ള വെള്ള. വെറുതെ ഈ വെള്ളം പച്ച കളർ ഫുള്ള് പായൽ നിറഞ്ഞിട്ടുള്ള വാട്ടർ ആണ്ടോ. വാ നീ ഹുഡിയല്ലേ ഇട്ടത്? ഞാൻ അവിടെ തണുത്ത് പറക്കിയ. നല്ല തണുപ്പ്, നല്ല കാറ്റ്. നോക്കി ഇത് കണ്ടോ പച്ച കളറ്. കാരണം ഇത് ഫുള്ള് പായലുള്ള വെള്ള. നോക്ക് പായല വെള്ളത്തില് അവിടെ മീൻ പിടിക്കുന്നത്. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അവിടെ കേൾക്കുന്നുണ്ട്. ആ കൊച്ചു പറഞ്ഞ ഞാൻ അവിടെ കേട്ട്. അല്ല അവിടെ വേറെ കൊച്ചു ശബ്ദം ഉണ്ടാക്കി. നല്ല കാറ്റ്, നല്ല തണുത്ത് കൊടുക്കുന്നുണ്ട്.